ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ കാരണം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ദുരന്ത ഭൂമിയിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. 37 പേർ അപകട സമയത്തുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ. കെടാവർ നായ്കളെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിന് പുറമെ 100 കണക്കിന് പോലീസുകാർ ഒരേ സമയം പാടശേഖരത്ത് പരിശോധന നടത്തിവരികയാണ്. സ്ഥലത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്തു. പ്രതികരണം ഇന്ന് വൈകുന്നേരത്തോടെ എല്ലാ നമ്മുടെ ഇവിടുത്തെ ബേസിക് പരിശോധന കംപ്ലീറ്റ് ആവും. അതിൻ്റെ കൂടെ തന്നെ സാമ്പിളിംഗ് എടുക്കുന്ന കാര്യങ്ങൾ, പിന്നെ എക്സ്പ്ലോസീവ്സ് ഇവിടെ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തോടെ കംപ്ലീറ്റ് ആവുന്ന ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 200 to 300 kilograms ഓഫ് എക്സ്പ്ലോസീവ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെല്ലാം വെയിറ്റ് എടുത്തിട്ട് നമുക്ക് മാക്സിനിൽ സൂക്ഷിച്ചിട്ട് മാജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ലീഗലി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ബാക്കി എക്സാക്ട് ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ് അത് ഇതുവരെ നമുക്ക് കെമിക്കൽ അനാലിസിസും സയൻറ്റിഫിക് എക്സ്പെർട്ടിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രം മനസ്സിലാവും ഇവിടെ എത്ര ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോഷൻ മുമ്പ് ഉണ്ടായിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ആ ഭൂമിയിൽ നിന്നും ഇപ്പോഴും വെന്ത മനുഷ്യരുടെ ശരീരഭാഗങ്ങളൊക്കെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. നമുക്കൊന്നും ഉൾക്കൊള്ളാൻ ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ട്. നേരിട്ട് കണ്ടവർക്കൊക്കെ അതിലേറെയാണ് സങ്കടം. ഇപ്പോൾ പോലീസുകാരായാലും കെടാവർ നായകളായാലും ഒക്കെ ഇതിന്റെ ഒരു തിരച്ചിലിൽ മുഴുകിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പോലീസ് വൃത്തങ്ങൾ ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരങ്ങൾ? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അഭിജിത്ത്? റോഷ്നി, പരിശോധന ഇന്നും പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. 3 കെടാവർ നായ്ക്കളെ എത്തിച്ച് പ്രദേശത്ത് ഇന്നൊരു പരിശോധന രാവിലെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിന് സമാന്തരമായി 100ഓളം പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ആ പാടത്ത് പരിശോധന നടത്തി. അങ്ങനെയാണ് ചില ശരി കൂടി അവിടെ നിന്ന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുള്ളത്. നിലവിലിപ്പോൾ 10 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. അതിൽ 9 പേരെയാണ് തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുള്ളത്. ശരീരഭാഗങ്ങൾ ഇപ്പോഴും ആശുപത്രിയിലുണ്ട്. ഇവയെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനായി DNA പരിശോധിക്കുന്നതിനായി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വരും എന്നുള്ളതാണ് ബന്ധപ്പെട്ടവരൊക്കെ നൽകുന്ന മറുപടി. തിരുവനന്തപുരത്ത് വെച്ചാണ് ഇതിൻ്റെ പരിശോധന നടക്കുകയും ചെയ്യുക. ഇന്നിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കിയ കാര്യം 37 പേർ ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ചിലരൊക്കെ ഓടി രക്ഷപ്പെടുന്നു. മറ്റു ചിലരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 4 പേരെയാണ് കാണാതായിട്ടുള്ളത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൂടിയാണ് ഏതായാലും ഊർജിതമായി അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ചികിത്സയിലുള്ളവരുണ്ട്. അവിടെ 11 പേർ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ 4 പേരുടെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ലൈസൻസിയായ സതീഷ്, അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് ഇപ്പോൾ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിന് നിലയുള്ളത്. ചികിത്സയൊക്കെ മതിയായ ചികിത്സ കൃത്യമായി തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും റോഷ്നി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ വേദന തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രദേശത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഉള്ളത്. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായ ഒരു ദുരന്തം, അതിൻ്റെ ആഘാതം, അതിൻ്റെ വേദന, ദുഃഖമൊന്നും ആ പ്രദേശത്തുള്ളവരെ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. നടുക്കം, ഞെട്ടൽ ഒക്കെ അവരിൽ ഇപ്പോഴും ഉണ്ട്. ഏതായാലും അവിടെ നിന്ന് ഇന്നിപ്പോൾ ഏതാണ്ട് 200-300 കിലോയിൽ ഇടയ്ക്കുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരം അവിടെ നിന്ന് ഉച്ചയോടുകൂടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് സുരക്ഷിതമായ മറ്റൊരു മേഖലയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ ആ പ്രദേശത്ത് ഇപ്പോൾ അപകട സാധ്യതയില്ല, ഭീതിയൊക്കെ ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാണാതായവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവയുടെ DNA പരിശോധനാ ഫലം പുറത്തു വരിക എന്നുള്ളതും പ്രധാനമാണ്. കാരണം എന്താണ് എന്നുള്ളതിൽ കൂടിയുള്ള അവ്യക്തത ഈ സ്ഫോടനം നടന്നതിൻ്റെ കാരണത്തിലേക്ക് കൂടി എത്തിച്ചേരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പെസോ ഉൾപ്പെടെ പരിശോധന നടത്തി വ്യക്തമാക്കിയ കാര്യം ചൂടല്ല ഈ കാരണം, പടക്കം പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള ഒരു സാധ്യതയാണ് പെസോ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ അവർ പറയുന്നത്. ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന കൂടി നടന്നിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ എന്താണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനൊരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഏജൻസികളുടെയൊക്കെ സമാന്തരമായ അന്വേഷണവും അവിടെ പുരോഗമിക്കുന്നുണ്ട്. റോഷ്നി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. മനുഷ്യ ശരീരഭാഗങ്ങൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.